ഹലോ ഗൈസ്, ഞാൻ ഫസ്ന ഫ്രം ഇന്റർവെൽഡ്. നമ്മൾ 10ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത്. നമ്മൾ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ ചർച്ച ചെയ്തു. നമുക്കിനി 4ാമത്തെ ചാപ്റ്റർ മുതൽ ഒന്നുകൂടി നോക്കിയാലോ? റെഡി അല്ലേ? റെഡി, നോക്കാം. നമുക്ക് 4ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? റെഡി, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമൈൻ. നമ്മൾ ഒരുപാട് ഓറുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഇമ്പോർട്ടൻറ്റ് വൺ ആണ് കലാമൈൻ. ഏതാണ് ഓർ? ഏതിന്റെ ഓറാണ് കലാമൈൻ? ഏതാണ്? അതെ, സിങ്ക്. സിങ്കിന്റെ ഓറാണ് കലാമൈൻ അല്ലെ. വെരി ഗുഡ്, സിങ്കിന്റെ ഓറാണ് കലാമൈൻ. നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? 2ാമത്തെ ക്വസ്റ്റ്യന് എന്താണ്? ടു എക്സ്ട്രാക്ട് അലുമിനിയം, അലുമിന ഈസ് മിക്സ്ഡ് വിത്ത് ക്രയോലൈറ്റ് ആൻഡ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോലൈസ്ഡ്. അതായത് അലുമിന ക്രയോലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹൗ വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലുമിന? എന്തിനാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? നമുക്കറിയാം അലുമിനിയന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഹൈ ആണ്, വെരി ഹൈ ആണ്. ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റ് അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. അത് മാത്രമാണോ? അത് മാത്രമല്ല, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അലുമിനിയന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. അപ്പം ക്രയോലൈറ്റിന് 2 പണികളാണുള്ളത്. ഒന്നെന്താണ്? അലുമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുക, അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അലുമിനിയന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്യുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലെ. വിച്ച് ഇസ് ദ പോസിറ്റീവ് അയൺ പ്രസന്റ് ഇൻ അലുമിന? അലുമിന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് പോസിറ്റീവ് അയൺ. ഏതാ? വെരി ഗുഡ്, ഏതാണ്? Al3+. ഇതാണ് അവിടെയുള്ള Al3+. ഇതാണ് അവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് അയൺ അല്ലെ. അലുമിന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? Al3+. അതാണ് അവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് അയൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calcination and roasting are 2 methods of conversion of concentrated ore into its oxides. അല്ലെ, നമ്മൾ കാൽസിനേഷൻ പഠിച്ചതാണ്, റോസ്റ്റിംഗ് പറയുന്നതാണ്. How does roasting differ from calcination? എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? അതെ, എന്താണ്? നമ്മുടെ റോസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് വേണം? ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അല്ലേ. നമ്മൾ പ്രസൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നതാണ് എന്ത് റോസ്റ്റിംഗ് അല്ലെ. റോസ്റ്റിംഗ് ആണെങ്കിൽ എന്താണ്? എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാൻ അല്ലെ. നമ്മുടെ എന്താണ് പറയുക, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഓറിനെ ഓക്സൈഡ്സ് ആക്കാൻ മാറ്റുന്ന പ്രോസസ്സാണ് രണ്ടും അതേ പ്രോസസ്സാണ്. പക്ഷെ എന്താണ്? ഹീറ്റ് നമ്മുടെ ഹെയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതേതാണ്? റോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആബ്സെൻസ് ഓഫ് എയർ ആണെങ്കിലോ, എയറിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ അത് കാൽസിനേഷൻ ആണ്. നമ്മൾ വേറെ ഒന്നും കൂടി ഉണ്ട്. റോസ്റ്റിംഗ് നമ്മൾ സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോ കാൽസിനേഷനോ? രണ്ടും സി, അതായത് കാർബണേറ്റ് ആയിട്ടുള്ള ഓറുകളെ അതുപോലെ ഹൈഡ്രോക്സൈഡുകളെ ഒക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓറുകളെ ഓക്സൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസിനേഷൻ. സിമ്പിൾ ആണ്. കാൽസിനേഷന് കാർബണേറ്റഡ്. ഇനി റോസ്റ്റിംഗ് ആണെങ്കിൽ അത് സൾഫൈഡ് ഓറുകളെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? റോസ്റ്റിംഗ് ചെയ്യുന്നത്. റെഡി അല്ലേ? രണ്ടും സിമ്പിൾ ആണ്. പ്രസൻസ് ഓഫ് എയർ ആണെങ്കിൽ അത് റോസ്റ്റിംഗ് ആണ്, ആബ്സെൻസ് ഓഫ് എയർ ആണെങ്കിൽ അത് കാൽസിനേഷൻ ആണ്. ഇനി കാൽസിനേഷൻ നമ്മൾ കാർബണേറ്റഡ് ആയിട്ടുള്ളതാണ് കാൽസിനേഷൻ ചെയ്യുക അല്ലെ. ഇനി സൾഫൈഡ് ഓറുകളാണെങ്കിൽ അത് റോസ്റ്റിംഗ് ആണ് ചെയ്യുക. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? Cu2SR is converted into Cu2O by ഡാഷ് പ്രോസസ്. ഏതാണ് ആ പ്രോസസ്? കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ? സിമ്പിൾ അല്ലേ. ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ആരുണ്ട്? നമ്മുടെ സൾഫർ ഉണ്ട്. നമ്മൾ പഠിച്ചു സൾഫർ ഓറുകളെ കൺവേർട്ട് ചെയ്യാൻ ആരാണ്? ഏതാണ് പ്രോസസ്? യെസ്, ഏത് പ്രോസസ്സാണ്? നമ്മുടെ ഏത് പ്രോസസ്സാണ്? റോസ്റ്റിംഗ് അല്ലേ മക്കളെ? റോസ്റ്റിംഗ് അല്ലേ? യെസ്, വെരി ഗുഡ്, റോസ്റ്റിംഗ് ആണ് അല്ലേ. ശരി, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ടേബിൾ ആണ്, നമ്മൾ ഫിൽ ചെയ്യാനുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓറുകളുടെ പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഓറുകൾ നമ്മൾ കുറച്ച് പ്രോസസ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എന്താക്കേണ്ടത്? ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഓറിന്റെ പ്രത്യേകതകൾ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കണം. ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇംപ്യൂരിറ്റീസ്. ഓർ പാർട്ടിക്കിൾസ് എന്താണ്? ഇംപ്യൂരിറ്റിനെക്കാളും ലൈറ്റർ ആണ്. അപ്പൊ ഓർ പാർട്ടിക്കിൾ ആണ് ഇവിടെ ലൈറ്റർ. ഓർ പാർട്ടിക്കിൾ ലൈറ്റർ വരുമ്പോൾ ഏത് പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ എന്താക്കുന്നത്? ഏതാണ്? വെരി ഗുഡ്, ഫ്ലോട്ടേഷൻ അല്ലേ.
ഫോർത്ത് ഫ്ലോട്ടേഷൻ ആണ് നമ്മൾ എന്താക്കുന്നത്, കോൺസെൻട്രേറ്റഡ് ചെയ്യാൻ. അതായത് ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ വരുമ്പോൾ ഫോർത്ത് ഫ്ലോട്ടേഷൻ. ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്, അതായത് അവിടെ ഇമ്പ്യൂരിറ്റീസ് ആണ് ലൈറ്റർ. ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ എന്താണ്, ഹൈഡ്രോലിറ്റിക് വാഷിംഗ്. ഹൈഡ്രോലിറ്റിക് വാഷിംഗ് അല്ലേ, ഹൈഡ്രോലിറ്റിക് വാഷിംഗ്. അതായത് വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളെ ചളിയൊക്കെ ഒഴിവാക്കി കളയാം അല്ലേ വാഷിംഗ്. അപ്പൊ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആകുമ്പോൾ എന്താണ്, പെട്ടെന്ന് ഇമ്പ്യൂരിറ്റീസ് പോവും. അപ്പൊ അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിനെ പോക്കുന്ന പ്രോസസ്സാണ് ഹൈഡ്രോലിറ്റിക് വാഷിംഗ്. പിന്നെ ഓർ ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്. സിമ്പിൾ അല്ലേ? ഏതാണ് ആ പ്രോസസ്സ്? ഒറ്റ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. ഏതാണ്? ലീച്ചിങ്. ഏതാണ്? ലീച്ചിങ് അല്ലെ, ലീച്ചിങ് ആയിരുന്നു ആ ഒരു പ്രോസസ്. വെരി ഗുഡ്, ലീച്ചിങ് ആണ് അല്ലെ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹെമറ്റൈറ്റ്. വാവ്, ഹെമറ്റൈറ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. ഒരുപാടല്ല, ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഹെമറ്റൈറ്റ് അഥവാ അയണിന്റെ ആ ഒരു ഇത്. ഈസ് കൺവേർട്ടഡ് ഇൻ ടു അയൺ ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ആ ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ പഠിച്ചിട്ടില്ല, ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഫെഡ് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫർണസ് അലോങ് വിത്ത് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് കൊണ്ട് കൂടെ ആരാ മക്കളെ വേറെ ഉണ്ടാവുക? ആരാ പിന്നെ ഉണ്ടാവുന്നത്? ആരാണ്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവൂലേ അല്ലേ? ആരുണ്ടാവും? കാൽഷ്യം CaCO3, കാൽഷ്യം കാർബണേറ്റ്. ഇത് മാത്രമാണോ? പിന്നെ ആരുണ്ടാവും? വെരി ഗുഡ്, കോക്ക് ഉണ്ടാവൂലേ? വെരി ഗുഡ്, കോക്കും കൂടി ആരെ കൂടെ ഉണ്ട്? നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസില് നമ്മുടെ ഹെമറ്റൈറ്റോട് കൂടെ ഉണ്ട് അല്ലെ. ഹെമറ്റൈറ്റിന് മാത്രം ഒറ്റക്ക് നിന്നാൻ പേടിയാണ്. അപ്പൊ അതിന്റെ കൂടെ ആരുണ്ട്? കാൽഷ്യം. CU അല്ല കേട്ടോ, CA ആണ് കാൽഷ്യം എന്ന് പറഞ്ഞാൽ. CaCO3 കാൽഷ്യം കാർബണേറ്റും കോക്കും. വിച്ച് ഇസ് ദ മെയിൻ ഗ്യാങ് പ്രസന്റ് ഇൻ ദ ഹെമറ്റൈറ്റ്. ഗ്യാങ് ഫ്ലക്സ് ഒക്കെ പഠിച്ചതല്ലേ, സിമ്പിൾ ആണ്. ഏതാണ്? ഗ്യാങ് മാറിപ്പോവരുത്. ഏതാണ്? SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഉണ്ടാവുന്ന എന്റെ ഗ്യാങ്. വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ഒരാളാണ് ഉള്ളത്. ആരായിരുന്നു? കാർബൺ മോണോക്സൈഡ് അല്ലെ, CO, കാർബൺ മോണോക്സൈഡ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് ഹെമറ്റൈറ്റ്. നമ്മൾ പറഞ്ഞു ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? ആരാണ്? CO ആണ് അല്ലെ. CO ആണ് റെഡ്യൂസിങ് ഏജന്റ്. ആരാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഹെമറ്റൈറ്റിനാണ്. ആരാണ് ഹെമറ്റൈറ്റ്? Fe2O3. നമുക്ക് ഏതി കൂടെ എന്താണ് റെഡ്യൂസ് ചെയ്യുക? Fe2O3 പോക്കാണ്. അപ്പൊ ബാക്കി ആരുണ്ട്? 2Fe പ്ലസ് പിന്നെ ആരുണ്ട്? 2Fe പോയി. പിന്നെ ബാക്കി ആരാണുള്ളത്? ഇവിടെ 3 ഉണ്ടാവും കേട്ടോ. 3CO ആണ്. Fe2O3 പ്ലസ് 3CO ഗിവ് 2Fe പ്ലസ് ബാക്കി ആരുണ്ട്? 3CO2. ഇക്വേഷൻ ബാലൻസ് ആണോ? 3CO. ഇവിടെ 3 കാർബൺ ഇവിടെ ഉണ്ട്, ഇവിടെ 3 കാർബൺ ആണുള്ളത്. ടോട്ടൽ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 3 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 3. ഇവിടെ എത്ര ഉണ്ട്? 2 × 3 6. ഇവിടെ 6 അല്ലേ കിട്ടിയ? 3 + 3 6 അല്ലേ? അപ്പൊ ഇക്വേഷൻ ബാലൻസ് ആണ്. ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. VIP ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Fe2O3 പ്ലസ് 3CO ഗിവ് 2Fe പ്ലസ് 3CO2. നമ്മൾ മൈൻഡിൽ ഫസ്റ്റ് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. പിന്നെ ഇവിടെ ഉണ്ടാവുന്നത് ഹെമറ്റൈറ്റ് ആണ്. അങ്ങനെ എഴുതിയിട്ട് പിന്നെ എന്താക്കുക? പിന്നാണ് ബാലൻസിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുക. ബാലൻസിങ് അല്ലെങ്കിൽ ആദ്യം മൈൻഡിൽ എന്താക്കുക? ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിനേക്കാളും സുഖം നമ്മളിങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ആ ഒരു സുഖം വരിക. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പോയാലോ? ഏതാണ് നെക്സ്റ്റ് ചാപ്റ്റർ? 5ാമത്തെ ചാപ്റ്റർ എന്താണ്? കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലെ. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെ, റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ദ ചേഞ്ച് ഇൻ പ്രഷർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ഇക്വിലിബ്രിയം. നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യാത്തത്, പ്രഷർ എഫക്ട് ചെയ്യാത്തത് ഇതിൽ ആരാണ്? ഇതിൽ N2 + 3H2 give 2NH3. പ്രഷർ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവിടെ ഇക്വിലിബ്രിയം മാറൂലേ? അതായത് പ്രഷർ എന്തിനാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? ആണോ? ഇതില് N2 + O2 give 2NO. ഇവിടെ റിയാക്ടന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? N2 + O2 എത്ര ഉണ്ട്? 2 അല്ലേ? പ്രോഡക്റ്റിന്റെ സൈഡിലോ 2NO 2 അല്ലേ? ആണോ? അല്ലെ? അപ്പൊ രണ്ട് ഭാഗത്തും റിയാക്ടന്റും 2 ആണ്, പ്രോഡക്റ്റും 2 ആണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ അവിടെ? ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെ. നമ്മൾ പ്രഷർ കൂട്ടി കൊടുത്താലോ ഇതായാലും ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഇതിനെ എഫക്ട് ചെയ്യൂല. കാരണം നമ്പർ ഓഫ് മോൾസ് രണ്ടും എന്താണ്? സെയിം ആണ്. പക്ഷെ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? ടോട്ടൽ 4 ആണ്. റിയാക്ടന്റിൽ 4 മോൾസ് ഉണ്ട്, പ്രോഡക്റ്റില് 2 ആണ്. അപ്പൊ അവിടെയൊക്കെ എന്താണ്? പ്രഷർ നമ്മൾ മാറ്റം വരുത്തിയാൽ ആ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഒരു മാറ്റം അവിടെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ മാറ്റം അവിടെ ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തേത് ആൻസർ, റൈറ്റ് ആൻസർ ഈസ് this one. The next question.
Analyze the given chemical equation and answer the following. C12H22O11. ആരാണത്? നമ്മുടെ പഞ്ചസാര, നമ്മുടെ ഷുഗർ അല്ലേ, ഷുഗർ ആണത്. കോൺസെൻട്രേറ്റഡ് H2SO4 അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12C plus 11H2O. Which is the black substance formed during this reaction? അവിടെ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്താണ് ആ ബ്ലാക്ക് സബ്സ്റ്റൻസ്? വെരി ഗുഡ്. എന്താണ്? നമ്മൾ ഉണ്ടായ ഈ കാർബൺ ഇല്ലേ, ഇതാണ് അവിടെ ഉണ്ടായ ബ്ലാക്ക് സബ്സ്റ്റൻസ്. അതിന് കാരണം എന്താണ്? Which property of concentrated sulfuric acid is shown here? എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ഡീഹൈഡ്രേഷൻ നാച്ചുറൽ ആണ് അല്ലേ? ഡീഹൈഡ്രേഷൻ ചെയ്യുന്നുണ്ട്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ C12H22O11 എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഇല്ല അല്ലേ? H2O മോളിക്യൂൾ ഇല്ല അവിടെ. H2O മോളിക്യൂൾ ഉണ്ട്, 11H2O ഉണ്ട് അവിടെ. പക്ഷെ അതെന്താക്കാണ്? അത് വിട്ടുപോകണം. അതിന്റെ എന്താണ്? നിർജ്ജലീകരണം നടക്കുകയാണ് അല്ലേ? അല്ലേ? ആണോ? ഓക്കെ. അപ്പം അതാണ് ഇവിടെ കോൺസെൻട്രേറ്റഡ് H2SO4 നടത്തുന്നത്. റെഡി? നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ലബോറട്ടറി? നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ മക്കളെ? അമോണിയ എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? എന്താണ് അവിടെ എടുക്കുന്നത് ലബോറട്ടറിയിൽ? വെരി ഗുഡ്. എന്താണ്? അമോണിയം ക്ലോറൈഡ് അല്ലേ? അമോണിയം ക്ലോറൈഡ് ഉണ്ട്, NH4Cl ഉണ്ട്, പിന്നെ ആരുണ്ട്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ CaOH2 കാൽഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ആണ് നമ്മുടെ അമോണിയ ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ രണ്ട് എന്താ പറയുക നമുക്ക് ലബോറട്ടറിയിൽ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം ദ അമോണിയ? നമ്മളൊരു ഡയഗ്രത്തിലൊക്കെ ഒരു ഡയഗ്രാം പഠിച്ചിട്ടില്ലേ? ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇതിൽ ഒരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. അവിടെ ഏതാണ് എന്താ പറയുക മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈയിങ് ഏജന്റ്? ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് അല്ലേ? കാൽഷ്യം oxide CaO. What change do you observe when a wet red litmus paper is shown over ammonia gas? എന്താണ്? ഒരു റെഡ് ലിറ്റ്മസ് നമ്മളവിടെ വെച്ചു. അപ്പൊ റെഡ് ലിറ്റ്മസിനെ എന്താക്കും? അത് എന്താക്കും? ബ്ലൂ ആക്കി മാറ്റും. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയ അതെന്താണ്? അത് ബേസിക് ആണ് അല്ലെ? ബേസിക് അല്ലെങ്കിൽ ആൽക്കലി ആണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഷോ? അമോണിയ ഇസ് എ ബേസിക് നാച്ചർ ആണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായ? റെഡ് ലിറ്റ്മസ് ഷോ അവിടെ കാണിച്ചു കൊടുത്താൽ എന്തുണ്ടാവും? അത് ബ്ലൂ നീലയായിട്ട് മാറും. ഓക്കെ. ഇനി അവിടെ ആസിഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മുടെ ലിറ്റ്മസ് എന്താവുകയാണ് ചെയ്യുക? ആസിഡ് ആണെങ്കിൽ എന്താണ്? ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുക. നമ്മൾ ആസിഡ് നീച്ചു എന്നാലോചിച്ചാൽ മതി. ആസിഡ് നീച്ചു നമ്മളെപ്പോഴും മൈൻഡിൽ വിട്ടു പോകുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ ലിറ്റ്മസ് പേപ്പറിൽ റെഡ് ബ്ലൂ ആണോ ബ്ലൂ റെഡ് ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ആസിഡ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ആസിഡ് നീച്ചു. ആസിഡ് മേല് നമ്മുടെ ദേഹത്തിടാക്കിയാൽ എന്താവും? നമ്മളവിടെ നീക്കും അല്ലെ? അതുപോലെ തന്നെ ആസിഡ് നീച്ചു എന്ന് ചിന്തിച്ചാൽ മതി. എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അപ്പൊ ബേസ് ആണെങ്കിൽ എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. റെഡി അല്ലേ? റെഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രോം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കെമിക്കൽസ്. ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് കേട്ടോ. അപ്പോൾ എ ക്വസ്റ്റ്യൻ. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റാറ്റിക് അറ്റ് ദ മോളിക്കുലർ ലെവൽ. മോളിക്കുലർ ലെവലിൽ സ്റ്റാറ്റിക് ആണോ കെമിക്കൽ ഇക്വിലിബ്രിയം? അല്ല, തെറ്റാണല്ലേ? നമുക്കറിയുന്നത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. വാട്ട് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് കോ എക്സിസ്റ്റ്? സിമ്പിൾ അല്ലേ? ആണല്ലേ? ശരിയായിട്ടുള്ള റൈറ്റ് ആൻസർ ആണ്. ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ. അല്ലടാ, അതാണ് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലേ? ശരിയാണല്ലേ? പിന്നെ നാലാമത്തത്. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിലാണോ? അല്ല, ക്ലോസ്ഡ് സിസ്റ്റത്തിലല്ലേ? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ. അപ്പൊ ഇത് തെറ്റാണ്. ഏതാണ് ഇതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഏതാണ്? BNC അല്ലേ? BNC ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An incomplete flowchart of the industrial preparation of sulfuric acid is given below. sulfuric acid preparation ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫ്ലോ ചാർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Name the process of industrial preparation of sulfuric acid. എന്തായിരുന്നു? കോണ്ടാക്ട് പ്രോസസ് അല്ലേ? വെരി ഗുഡ്. ഏതാണ്? കോണ്ടാക്ട് പ്രോസസ് അല്ലേ? കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. കോണ്ടാക്ട് പ്രോസസ്. നെക്സ്റ്റ്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട് അല്ലെ? എക്സും വൈ എന്താണ്? സൾഫർ S+O2. S+O2 കിട്ടിയ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? SO2 കിട്ടുന്നുണ്ടല്ലേ? സൾഫർ ഡൈ ഓക്സൈഡ് അല്ലേ ആദ്യം കിട്ടുക? അതാണ് എക്സ്, സൾഫർ ഡൈ ഓക്സൈഡ്. അതിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SO3 കിട്ടുന്നുണ്ട്. അതിലേക്ക് H2SO4 ആഡ് ചെയ്ത് നമുക്കൊരു ആളെ കിട്ടുന്നുണ്ട്. ആരായിരുന്നു? വെരി ഗുഡ്. H2S2O7. ആരാണ്? H2S2
H2S2O7. ഇതിനൊരു പേരുണ്ടായിരുന്നു, ഓലിയം. എന്തേന് പേര്? ഓലിയം. വെരി ഗുഡ്. അപ്പൊ എക്സും വൈയും കിട്ടി. വിച്ച് ഇസ് എ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഏതായിരുന്നു കാറ്റലിസ്റ്റ്? ഏതാ നമ്മുടെ കാറ്റലിസ്റ്റ്? V2O5, vanadium pentoxide. ഇമ്പോർട്ടന്റ് ആണ്. കാറ്റലിസ്റ്റ് V2O5, vanadium pentoxide, which is the acid produced by the reaction of concentrated H2SO4 with KNO3. KNO3 എന്ന് പറഞ്ഞത് ഒരു സാൾട്ട് ആണ്. അതും നമ്മുടെ H2SO4 കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആസിഡ് കിട്ടുന്നില്ലേ? ഏതാണ് ആസിഡ്? ഈ NO3 നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാണ്? HNO3. ഏതാണ് ആസിഡ്? നൈട്രിക് ആസിഡ്, HNO3. വെരി ഗുഡ് അല്ലേ? HNO3. ഇനി നമ്മള് 6ാമത്തെ ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ധാരാളം പേരുകൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരുകളൊക്കെ നൽകിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നോക്കാം. എങ്ങനെയാണ്? ദ സ്ട്രക്ചർ ഓഫ് ആൻ അലിസൈക്ലിക് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല? എത്ര കാർബൺ ഉണ്ട്? C3 H എത്ര ഉണ്ട്? 6. C3H6 അല്ലേ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്? സിമ്പിൾ അല്ലേ? കാർബൺ എത്ര ഉണ്ട് നോക്കുക, ഹൈഡ്രോജൻ എത്ര ഉണ്ട് നോക്കുക. അതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. റൈറ്റ് ദ IUPAC നെയിം. ഇങ്ങനെ ഇതൊരു സൈക്ലിക് സ്ട്രക്ചർ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പേര് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് എന്ത് വരണം? സൈക്ലോ. ഓർമ്മണ്ടോ? സൈക്ലോ. എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പേ അല്ലെ? 3 കാർബൺ ആണ്. സൈക്ലോ പ്രൊപ്പെയിൻ. റെഡി? സൈക്ലോ പ്രൊപ്പെയിൻ. സിമ്പിൾ ആണ് അല്ലേ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഈ C3H6 എന്ന് വരുന്നെങ്കിൽ അത് ഏതാണ്? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? വെരി ഗുഡ്. ആൽക്കീൻ ആണ് അല്ലേ? അപ്പൊ ആൽക്കീനിൽ ഈ ഒരു മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എങ്ങനെയാണ് ഉണ്ടാവുക? 3 കാർബൺ അല്ലേ? പിന്നെന്താ വേണം? ഇതിന്റെ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലെ? എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായാൽ അതെന്തായി? ആയി. അപ്പോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താക്കുക? ഹൈഡ്രോജനെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ എത്ര ഹൈഡ്രോജൻ ഉണ്ടാവും? ഇവിടെ 1, 2, 3 ഉണ്ട്. ഇനി എത്ര മതി? ഒരു ഹൈഡ്രോജൻ പോരെ? ഇനി ഇവിടെ എത്ര ഹൈഡ്രോജൻ ഉണ്ടാവും? ഇവിടെ 2 ബോണ്ട് ഉണ്ട്. സോ 2 ഹൈഡ്രോജനും കൂടി. ഇതായിരിക്കും അതിന്റെ എന്തുണ്ടാവുക? ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ. സെയിം അല്ലേ മോളിക്കുലർ ഫോർമുല? C3H എത്രയാണ്? 6. C3H6. റെഡി? അങ്ങനെയാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് സുഖമായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Next question, the structural formula of a hydrocarbon is given below. ഒരു structural formula തന്നിട്ടുണ്ട്. How many carbon atoms are there in the main chain? ഇതിൽ ഏതാണ് മെയിൻ ചെയിൻ? ഇതാണോ മെയിൻ ചെയിൻ അതോ ഇതാണോ മെയിൻ ചെയിൻ? എങ്ങനെ നമ്മൾ അറിയാം? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് മെയിൻ ചെയിൻ അല്ലേ? അതല്ലേ മെയിൻ ചെയിൻ? നോക്കാം നമുക്ക്. 1, 2, 3, 4, 5. ഇങ്ങനെയാണെങ്കിൽ 5 എണ്ണാണുള്ളത്. നോക്കാം. 1, 2, 3, 4, 5, 6. ഇങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ട്? ഇതാണെങ്കിൽ 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇതല്ലേ മെയിൻ ചെയിൻ വരിക അല്ലെ? അതിലപ്പോ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 അല്ലേ നമുക്ക് കിട്ടിയത്? 6 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? 6 അല്ലേ കിട്ടിയത്? റെഡി? 6 ആണ് നമുക്ക് കാർബൺ ആറ്റം കിട്ടിയത്. അടുത്തത് നെയിം ദ ബ്രാഞ്ചസ് പ്രസന്റ്. എന്താണ് ഈ ബ്രാഞ്ചസ്? നെയിം. ഇതാണ് ബ്രാഞ്ച് അല്ലെ? ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ എവിടെ ഉള്ളത്? ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഏതാണ്? മീഥൈൽ അല്ലേ? ആ ബ്രാഞ്ച് ഏതാണ്? മീഥൈൽ അല്ലേ? മീഥൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ച് വരുമ്പോൾ എന്താണ്? റാഡിക്കൽ ആണ്. ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ ബ്രാഞ്ചസിന്റെ പൊസിഷൻ നമ്പേഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇവിടുന്നും ഇട്ട് കൊടുക്കുക, അതുപോലെ ഇവിടുന്ന് ഇട്ട് കൊടുക്കുക. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള നമ്പർ എവിടെയാണോ കിട്ടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ? നമ്മൾ ഇവിടുന്ന് വരുമ്പം 1, 2, 3, 4, 5, 6. ഇവിടുന്നാണെങ്കിൽ 1, 2, 3, 4, 5, 6 അല്ലെ? അപ്പൊ ഇവിടുന്ന് വരുമ്പോ ഈ ഒരു 1, 2, 3 ഇവിടുന്ന് വരുമ്പോ നമുക്ക് എവിടേക്കാണ് ബ്രാഞ്ച് കിട്ടിയത്? 3ലും കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെ കിട്ടിയത്? 5ലും അല്ലെ? 3 and 5 ആണ് നമുക്ക് ബ്രാഞ്ച് കിട്ടിയത്. ഇനി ഇവിടെ വരുമ്പോഴോ 2ലും കിട്ടിയിട്ടുണ്ട്, 4ഉം കിട്ടിയിട്ടുണ്ട്. 2ലും കിട്ടിയിട്ടുണ്ട്, 4ഉം കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇതിലേതാണ് ചെറുതേതാ? 3 + 5 ആണോ? 2, 4 ആണോ? ഏതാ? സിമ്പിൾ അല്ലെ? 2ഉം 4ഉം ആണ്. അപ്പൊ അതാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. ഏതാണ്? ഐഡന്റിഫൈ ദ പൊസിഷൻ. അപ്പൊ ഏതാണ്? 2 and 4 അല്ലെ? ഇതാണ് നമ്മുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താണ് നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ കൊടുക്കുക? 2, 4 കൊടുക്കുക, ഹൈഫൺ കൊടുക്കുക. എത്ര ഉണ്ട്? 1 ആണോ? 2 മീഥൈൽ ആണോ? 3 ആണോ? വെരി ഗുഡ്. എത്ര ആണ്? 2 അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ലെറ്റർ നമ്മൾ എന്താക്കുക? ക്യാപിറ്റൽ ഡൈമീഥൈൽ. പിന്നെ ഏതാണിത്? 6 കാർബൺ ചെയിൻ. 6 കാർബൺ ആറ്റംസ് ആണ് മെയിൻ ചെയിനിലുള്ളത്. അപ്പൊ ഏതാണ്? ഹെക്സൈൻ അല്ലേ?
മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടി, പെന്റ്, ഹെക്സ് അല്ലെ. ഹെക്സൈൻ മീഥൈൽ. ഹെക്സൈൻ ആണ് നമ്മുടെ എന്ത് വരിക, ഇതിന്റെ പേര് വരിക. 2 ഡൈ മീഥൈൽ. ഡൈ എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്, 2 മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ അല്ലെ, 2 മീഥൈൽ ഗ്രൂപ്പാണ് അവിടെ വന്നത്. സോ എന്താണ്, 2 ഡൈ മീഥൈൽ ഹെക്സൈൻ ആണ് അതിന്റെ പേര് വരിക. റെഡി. നെക്സ്റ്റ്, CH3COH is the condensed formula of an organic compound. നമ്മൾ പഠിച്ചിട്ടുണ്ട് CH3COH കണ്ടത് തന്നെ സിമ്പിൾ ആണല്ലേ. ടു വിച്ച് കാറ്റഗറി ഡസ് ദ കോമ്പൗണ്ട് ബിലോങ്? ഏതാണ്, ആൽക്കഹോൾ ആണോ, ഈതർ ആണോ, എസ്റ്റർ ആണോ, ആസിഡ് ആണോ? ഏതാണ്, സിമ്പിൾ, നമുക്ക് അറിയുന്നതാണ് ആസിഡ് അല്ലേ. റൈറ്റ്. IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ പേര് ഇതാണെന്ന് പറഞ്ഞത്. നമ്മൾ എങ്ങനെയാ നോക്കുക, എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്രയാണ്, 2 കാർബൺ ആറ്റം വരുമ്പോ അതിന്റെ പേരെന്താണ്, മെത്താണോ, മെത്തല്ല, പിന്നെ ഏതാ, എത്തില്ലേ, എത്തനോയിക് ആസിഡ് അല്ലെ, അതല്ലേ പേര് വരിക, എത്തനോയിക് ആസിഡ്. ആസിഡ് വരുമ്പോ എപ്പോഴും എന്താണ്, ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ പേര് കൊടുക്കുക അല്ലെ, മെത്തനോയിക് ആസിഡ്. നമ്മൾ ഏതാണോ ആ ഒരു ഇതൊക്കെ ഇവിടെ എത്താണ്, അപ്പം എത്ത് പ്ലസ് ഓയിക് ആസിഡ്. ഇനി റൈറ്റ് എനിവൺ യൂസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. നിങ്ങളെ വീട്ടിൽ ഇതുണ്ടാവാറുണ്ടോ ഈ ഒരു ആസിഡ്? എല്ലാരും വീട്ടിൽ ഉണ്ടാവുന്ന ആസിഡാണിത്. ഏത് ആസിഡാ, നമ്മുടെ വിനാഗിരി എന്നൊക്കെ പറയില്ലേ, അത് അസറ്റിക് ആസിഡ്. അതാണ് നമ്മുടെ ഈ എത്തനോയിക് ആസിഡ്. വീട്ടില് ഈ അസറ്റിക് ആസിഡ് അഥവാ നമ്മുടെ വിനാഗിരി എന്തിനാ ഉപയോഗിക്കുന്നത്, അച്ചാറിടാനില്ലേ, പിക്കിൾസ് കേടുവരാതിരിക്കാൻ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ ഇത്. അപ്പൊ ഒരു ഇതാണ് ചോദിച്ചത്, എന്താണ്, പിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. Yes. Next question. A and B are 2 organic compound with different functional groups. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞതാണ്. And having same molecular formula C3H8O. രണ്ടിനും എന്താണ്, ഒരേതാണ്. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഐസോമറസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മളോടാ കളി. Write the structural formula of compound A having OH as functional group. അപ്പൊ എന്താണ്, C3H8O ആണ്. നമ്മൾ ആദ്യം തന്നെ എന്താക്കുക, OH എന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. റെഡി. എത്ര കാർബൺ ആണ്, 3 അല്ലേ, 1 2 3. ശരി. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താക്കുക, നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര ഉണ്ടാവും, CH3, ഇവിടെ CH2, ഇവിടെ CH2. കിട്ടിയോ 3 കാർബണും 8 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലെ. 8 ഹൈഡ്രജൻ അല്ലേ, 3 + 2 5, 5 + 2 5 + 2 8, 5 + 2 7, 7 + 1 8. കിട്ടി, സിമ്പിൾ. Write the structural formula of B. അപ്പൊ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബിനെ നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു ഐസോമറസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഏതാണ് നമ്മുടെ ആൽക്കഹോള് ഐസോമറസ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, എന്ത് വെച്ചിട്ട്, ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടാണ് ഫംഗ്ഷൻ ഐസോമറസ് ഉണ്ടാക്കുന്നത്? ഏതാണ്, ഓർമ്മണ്ടോ, ഇത് ഓർമ്മണ്ടോടാ, CH2 CH3. ഏതാണ്, CH3O CH2 CH3. O ഗ്രൂപ്പ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പം ഇത് ഏതാണ്, ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലേ, ആൽക്കോക്സി ഗ്രൂപ്പ്. റൈറ്റ് ദ സ്ട്രക്ചർ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബി. ഈ ബിന്റെ IUPAC നെയിം എന്താണ്, ഇതേതാണ്, ഇതിലേറ്റവും ചെറുത് ഏതാണ്, ഇതാണ് അല്ലെ. 1 കാർബൺ ആറ്റം, ഇവിടെ ആണെങ്കിൽ 2 കാർബൺ ആറ്റം. അപ്പൊ 1 കാർബൺ ആറ്റം വരുന്ന പേര് ആദ്യം ഇതാ, മെത്തോക്സി ഈഥെയ്ൻ. ഓർമ്മ, മെത്തോക്സി ഈഥെയ്ൻ. മെത്ത് എഴുതാ, പിന്നെ ഓക്സി, നമ്മുടെ മെത്തോക്സി ഈഥെയ്ൻ. നല്ലേ, ഓർമ്മ ഉണ്ടോ, മെത്തോക്സി ഈഥെയ്ൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് എ. ഇതിന്റെ പൊസിഷൻ ഐസോമർ ഓഫ് എ. ഒരു പൊസിഷൻ മാറ്റി കൊടുത്താൽ പോരെ, ഈ OH എന്നുള്ളത് എങ്ങോട്ടെങ്കിലും മാറ്റി കൊടുത്താൽ പോരെ. ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, CH3 C. ഇവിടെ ഒരു OH കൊടുത്ത പൊസിഷൻ ആയില്ലേ, CH3. ഇവിടെ നമ്മൾ H ഇട്ട് കൊടുക്കാം. എത്ര ഹൈഡ്രജൻ ആയി, കാർബൺ 3 ആയി, ഹൈഡ്രജൻ 3 + 3 എത്രയാണ്, 3 + 3 6, 6 1 7 8 ആയില്ലേ. അപ്പം അങ്ങനെ നമ്മൾ പൊസിഷൻ ആണെങ്കിൽ എന്താക്കുക, പൊസിഷൻ മാറ്റി കൊടുക്കുക. റെഡി. ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അവസാനത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എന്താ പേര്, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നെയിമിംഗ് ആണ് പഠിച്ചത് അല്ലെ. ഇതിന്റെ റിയാക്ഷൻസ്, ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഒരുപാട് റിയാക്ഷൻസ് നടക്കും. ആ റിയാക്ഷൻസിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. അതിന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ. അഡിഷൻ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കാണ് പറ്റുക, ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവണം. അവർക്ക് എന്ത് പറ്റുള്ളൂ, അഡീഷൻ റിയാക്ഷൻ പറ്റുള്ളൂ അല്ലെ. ഇതിൽ CH3 ഇത് നടക്കുവോ, അഡീഷൻ റിയാക്ഷൻ നടക്കുവോ, ഇല്ല. ഇത് നടക്കുവോ, CH4 നടക്കുവോ, ഇല്ല. CH3Cl നടക്കുവോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, ഇല്ല. അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ
എന്ത് വേണം? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വേണം. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 നടക്കൂല, അഡീഷണൽ റിയാക്ഷൻ നടക്കൂലേ. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. CH3 CH2 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 CH3 ഹീറ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ 2 കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ് കോമ്പൗണ്ട്? ഏതാണ്? ഈഥേൻ പ്ലസ് പിന്നെ ഏതാണോ? പ്രൊപ്പീൻ അല്ലേ? പ്രൊപ്പീൻ. വെരി ഗുഡ്. നെയിം ഓഫ് ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് ആസ് ദ പ്രോഡക്റ്റ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഏതാണ്? ഇതിൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അവരുടെ തിക്കാണ് അല്ലേ? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നത് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇതിൽ ആർക്കാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? ഇവിടെ അല്ലേ? ആണോ? പ്രൊപ്പീൻ അല്ലേ? പ്രൊപ്പ് 1-ene ശരിക്കും ഇതിന്റെ പേര് അല്ലേ? പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദിസ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണം അല്ലേ? അഡീഷൻ ആണോ? അഡീഷൻ റിയാക്ഷൻ ആണോ? അല്ല, ആരെങ്കിലും ആഡ് ചെയ്യാൻ വേണം. തെർമൽ ക്രാക്കിംഗ് ആണോ? പോളിമറൈസേഷൻ ആണോ? ഇനി അത് രണ്ടുമാണ് നമുക്ക് അറിയേണ്ടത്. പോളിമറൈസേഷൻ അല്ല അല്ലേ? പിന്നെ ആരാണ്? തെർമൽ ക്രാക്കിംഗ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതിലുള്ള എല്ലാ റിയാക്ഷനുകളും കാര്യങ്ങളും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്താണ് നമുക്ക് ഇത് ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമല്ല നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആക്കാൻ പറ്റിയ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ ബൈ.